ബാക്ക്ലാഷ് 2025 മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യലിൽ ഇതുവരേക്കും 5 മാച്ചാണ് ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുള്ളത്. അതുപോലെ എല്ലാ പ്രൊഡിക്ഷൻ വീഡിയോയിലും പറയുന്നത് പോലെ ഞാൻ പറയുന്ന എല്ലാ പ്രൊഡിക്ഷൻസും 100% കറക്റ്റ് ആയിരിക്കും എന്ന് ഉറപ്പ് പറയുന്നില്ല. ഇനി ബാക്ക്ലാഷ് 2025 എപ്പോഴാണ് നടക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ മെയ് 10-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. നമ്മൾക്കിവിടെ മെയ് 11 സൺഡേ രാവിലെ 4:30 ലൈവായി കാണാൻ സാധിക്കും നെറ്റ്ഫ്ലിക്സിൽ. അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 4:30 WWE ബാക്ക്ലാഷ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന മാച്ച് വുമൻസിന്റെ IC ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. വുമൻസ് IC ചാമ്പ്യൻ ലൈറ വൾക്കിരിയ വേഴ്സസ് ബെക്കി ലിഞ്ച്. അപ്പോൾ ഈ മാച്ചിൽ എന്താണ് എൻ്റെ പ്രൊഡിക്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് നമ്മൾക്കറിയാം ഈ മാച്ചിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ബെക്കി ലിഞ്ച് ലൈറ വൾക്കിരിയനെ തോൽപ്പിച്ചുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനാണ്, അതായത് IC ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനാണ്. ഇത്തരത്തിൽ ബെക്കി ലിഞ്ച് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രൊഡിക്ഷൻസും ന്യൂസ് എല്ലാം വരുന്നുണ്ട്. പക്ഷെ റെസൽമേനിയയിൽ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടെയും പറയാൻ പോകുന്നത്. അതായത് റെസൽമേനിയയിൽ ഷാർലറ്റ് തോൽക്കും, ടിഫനി സ്റ്റാറ്റൻ തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആവും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മാച്ചിൽ ഞാൻ പറയാൻ പോകുന്നത്. അതായത് ബെക്കി ലിഞ്ചിന് ഇപ്പോൾ IC ചാമ്പ്യൻഷിപ്പ് ഒന്നും കിട്ടിയിട്ട് വേണ്ട മുന്നോട്ട് പോകാനായിട്ട്. എന്നാൽ ലൈറ വൾക്കിരി അങ്ങനെയല്ല, ഇപ്പോഴാണ് വളർന്ന് സെറ്റായി വരുന്നത്. എടുത്ത ഉടനൊക്കെ തോറ്റു കഴിഞ്ഞാൽ അത് സെറ്റാവില്ല. അതുപോലെ ബെക്കി ലിഞ്ച് പോലെയുള്ള ഒരു റെസ്ലറെ തോൽപ്പിക്കുകയാണെങ്കിൽ അതിപ്പോൾ റോൾപിൻ വഴിയാണെങ്കിലും ലൈറ വൾക്കിരിയയുടെ കരിയറിന് അത് വളരെയധികം നല്ലതാണ്. അതുകൊണ്ട് ഈ മാച്ചിൽ ഞാൻ ലൈറ വൾക്കിരിയനാണ് പിക്ക് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പ്രൊഡിക്ഷൻ ലൈറ വൾക്കിരിയ ഈ മാച്ച് വിൻ ചെയ്ത് സ്റ്റിൽ IC ചാമ്പ്യനായി മുന്നോട്ട് പോകും. അതുപോലെ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ബെയ്ലിയുടെ റിട്ടേൺസോ അല്ലെങ്കിൽ ബെയ്ലി ഒന്ന് ബെക്കി ലിഞ്ചിനെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയോ കാണിച്ചേക്കാം, എന്നിട്ട് ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുന്നത് പോലെ. കാരണം ബെക്കി ലിഞ്ചാണ് ബെയ്ലിയെ റെസൽമേനിയയിൽ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ, ഇവരുടെ സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ലൈറ വൾക്കിരിയ സ്റ്റിൽ വുമൻസ് IC ചാമ്പ്യൻ. അടുത്ത മാച്ച് പാറ്റ് മെക്കാഫി വേഴ്സസ് ഗന്തർ, ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ സ്റ്റോറി റെസൽമേനിയ കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇവർ ജെയ്സനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിന് അത്ര വലിയ ഹൈപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇതൊരു സാധാ നോർമൽ മാച്ചായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഈ മാച്ചിൽ എങ്ങനെ പോയാലും ഗന്തർ തന്നെയാണ് വിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ഗന്തർ. അടുത്ത മാച്ചും IC ചാമ്പ്യൻഷിപ്പാണ്. IC ചാമ്പ്യൻ ഡൊമിനിക് മിസ്റ്റീരിയോ വേഴ്സസ് പെൻഡ, ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ മുൻപ് ഈ മാച്ചിന് വരായിരുന്നുവെങ്കിൽ ഈ മാച്ചിൽ ഞാൻ പെൻഡ വിൻ ചെയ്ത് ന്യൂ IC ചാമ്പ്യൻ ആകും എന്ന് പറഞ്ഞേനെ. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റോറി ലൈൻ വെച്ച് നോക്കുമ്പോൾ പെൻഡയെ ഈ മാച്ചിൽ ചാറ്റ് കേബിളിൻ്റെ പുതിയ ക്യാരക്ടറായ എൽ ഗ്രാൻഡ് അമേരിക്കാനോ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവർക്ക് തമ്മിൽ ഒരു സ്പാർക്കെല്ലാം കാണിക്കുന്നതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഡൊമിനിക് മിസ്റ്റീരിയോ ആണ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഡൊമിനിക്കിൻ്റെ കയ്യിൽ നിന്ന് ചാമ്പ്യൻഷിപ്പ് എടുക്കാൻ ചാൻസ് ഫിൻ ബാലറിനാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഡൊമിനിക്ക് തന്നെയാണ് സ്റ്റിൽ IC ചാമ്പ്യനായി മുന്നോട്ട് പോവുക. എന്തായാലും ക്ലീൻ ആയിട്ടുള്ള വിൻ ഉണ്ടാവില്ല, 100% ചീറ്റ് ചെയ്തിട്ടുള്ള വിന്നായിരിക്കും. അടുത്ത മാച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഫാറ്റൽ 4-way മാച്ച്. ഈ മാച്ച് നടക്കാൻ പോകുന്നത് US ചാമ്പ്യൻ ജേക്കബ് ഫാട്ടു, LA നൈറ്റ്, ഡാമിൻ പ്രീസ്റ്റ് ആൻഡ് ഡ്രൂ മെക്കൻടയർ, ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അതും ഫാറ്റൽ 4-way മാച്ച് ആയിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഈ മാച്ച് പ്രൊഡിക്റ്റ് ചെയ്യാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇതൊരു ട്രിപ്പിൾ ത്രെഡ് മാച്ച് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ജേക്കബ് ഫാട്ടു വിൻ ചെയ്യും എന്ന് പറയാമായിരുന്നു, അതായത് സ്റ്റിൽ ചാമ്പ്യൻ ആകുമെന്ന്. പക്ഷേ ഇത് ഫാറ്റൽ 4-way മാച്ച് ആയതുകൊണ്ട് റെസൽമേനിയയിൽ സംഭവിച്ചതുപോലെ റിസൾട്ട് മാറ്റി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ റിസൾട്ട് മാറ്റാണെങ്കിൽ മറ്റൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. എല്ലാവരേക്ക് തന്നെ US ചാമ്പ്യൻഷിപ്പ് തിരികെ വിൻ ചെയ്തേക്കാം. കാരണം ഡ്രൂ മാക്കൻടയർ, ഡാമിൻ പ്രീസ്റ്റ് ഇവരിപ്പോൾ US ചാമ്പ്യൻഷിപ്പ് ഒന്നും വിൻ ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ എല്ലാവരേക്കാണോ എൻ്റെ പ്രൊഡിക്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പ്രൊഡിക്ഷൻ ജേക്കബ് ഫാട്ടു തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആവും. ഒരു സെക്കൻഡ് പ്രൊഡിക്ഷനായിട്ട് LA നൈറ്റിനെ പറയാം. അതായത് അഥവാ ജേക്കബ് ഫാട്ടു ജയിച്ചിട്ടില്ലെങ്കിൽ LA നൈറ്റ് തന്നെ വീണ്ടും ചാമ്പ്യൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ജേക്കബ് ഫാട്ടു. അടുത്ത മാച്ച് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മാച്ച്. അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ ജോൺ സീന വേഴ്സസ് റാൻഡി ഓർട്ടൻ, ഇവർക്കാണ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ
നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ജോൺ സീനയാണ് എങ്ങനെ പോയാലും ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയാൻ പോകുന്നത്. അതായത് മാച്ചിന്റെ അവസാനത്തിൽ റാൻഡി ഓർട്ടൻ ഈ ഒരു മാച്ച് വിൻ ചെയ്യും. മുൻപ് റാൻഡി ഓർട്ടൻ ജോൺ സീനയോട് ചെയ്തതുപോലെ തന്നെ, അതായത് ജോൺ സീനയുമായി നടന്ന മാച്ചിൽ റഫറിനെ പിടിച്ച് അറ്റാക്ക് ചെയ്ത് റാൻഡി ഓർട്ടൻ ജോൺ സീനയെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മാച്ച് സീന വിൻ ചെയ്താലും ചാമ്പ്യൻഷിപ്പ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതേപോലെയുള്ള സെഗ്മെന്റ് ഇവിടെയും കാണാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ജോൺ സീന സ്റ്റിൽ ചാമ്പ്യൻ ആയിട്ടായിരിക്കും ബാക്ക് ക്ലാഷിൽ നിന്നും പോവുക. അപ്പോൾ ഇതൊക്കെയാണ് ബാക്ക് ക്ലാഷിനെ പറ്റി പറയാനായിട്ട് ഉള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡിക്ഷൻസും കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക്സ് സോ മച്ച്.